മക്കളോട് ദേഷ്യപ്പെടാൻ പാടില്ലാത്ത 5 സമയങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? നമ്പർ 1, അവർ ഉറക്കം എഴുന്നേറ്റ ഉടനെ അവരെ പലതും പറഞ്ഞിട്ടായിരിക്കും എഴുന്നേൽപ്പിക്കാറുള്ളത്. പലപ്പോഴും ഷൗട്ട് ചെയ്തിട്ട്, യെല്ല് ചെയ്തിട്ട്, സ്ക്രീം ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. ഒരു ദിവസം തുടങ്ങുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടും ഫീൽ ചെയ്തുകൊണ്ടും ആയിരിക്കണം. നമ്പർ 2, അവരെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും ചിരിച്ചിട്ടുണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ അവർ വഴക്ക് കേട്ടിട്ടുള്ളത് സ്കൂളിൽ പോകുന്ന സമയത്താണ്. സമയം ലേറ്റ് ആകുന്നു, ടിഫിൻ ബോക്സ് എടുത്തു വെച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ബ്രഷ് ചെയ്തിട്ടില്ല, അങ്ങനെ പല കാര്യത്തിലും നമ്മൾ അവരോട് ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്യാറുള്ളത് സ്കൂളിൽ പോകുന്ന സമയത്താണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത്, ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർ നിങ്ങളോട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും, നിങ്ങളോട് ഷൗട്ട് ചെയ്യും, നിങ്ങളെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ദിവസം എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റോ? പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റോ? നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റോ? ഇല്ലല്ലേ? സെയിം ഹാപ്പൻസ്. ഇത് തന്നെയാണ് മക്കളിലും സംഭവിക്കുന്നത്. അവർക്ക് എങ്ങനെ സ്കൂളിൽ പോയിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അവരുടെ മൈൻഡ് മുഴുവനും മെസ്സായി കിടക്കുമ്പോൾ അവരെങ്ങനെ ഫോക്കസ് ചെയ്യും? തേർഡ് 1, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ദേ ആർ ടയേർഡ്. ആക്ച്വലി അവര് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഭയങ്കര ടയേർഡാ. ഒരുപാട് മണിക്കൂറുകൾ സ്കൂളിൽ ഇരുന്നിട്ടും കളിച്ചിട്ടും അവരുടെ മൈൻഡും ബോഡിയും ടയേർഡാണ്. ആ സമയത്തായിരിക്കും നമ്മൾ പലപ്പോഴും പലതും പറഞ്ഞ് അവരെ ശകാരിക്കാൻ തുടങ്ങുക. കുറെ സമയം വേറൊരു സ്ഥലത്ത് ചെലവഴിച്ചിട്ട് ശരിക്കും വീടിന് മിസ് ചെയ്തിട്ടാണ് അവര് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? ഫോർത്ത് 1, അവര് ഹംഗ്രി ആയിരിക്കുന്ന സമയത്ത്. വിശക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന സമയം മാത്രമല്ല, നമ്മുടെ ഹോൾട്ട് റൂൾ പ്രകാരം, അതായത് ഹംഗ്രി, ആംഗ്രി, ലോൺലി, ടയേർഡ്, ഈ 4 സമയങ്ങളിൽ അവർക്ക് വിശക്കുന്ന സമയത്ത്, അവര് ദേഷ്യത്തിലായിരിക്കുന്ന സമയത്ത് വി കനോട്ട് സീസ് ആങ്കർ ബൈ ആങ്കർ. ലോൺലി ആയിരിക്കുന്ന സമയത്ത്, അവർ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു കൂട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ഒരു ടയേർഡ് ആയിരിക്കുന്ന സമയത്ത്, അതായത് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്. ദ 5th 1, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ടൈമാണ് നൈറ്റ് ബിഫോർ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കാമായിട്ട്, ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ അവരോട് പെരുമാറേണ്ട സമയം രാത്രി അവർ ഉറങ്ങുന്നതിന് മുന്നെയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള എഫർമേഷൻസ് കൊടുക്കാൻ പറ്റോ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറ്റി സംസാരിക്കാൻ പറ്റോ, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാം. യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ദി ബെഡ് സ്റ്റോറീസ് ഓൾസോ. വെട്ടണതും കൊല്ലണതും വേദനിപ്പിക്കുന്നതും ഒരാള് ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാള് നല്ല മോറൽസ് കൊടുക്കുന്ന, നല്ല വാല്യൂസ് ഉള്ള, പീസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല സ്റ്റോറീസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം.